7 സ്റ്റേജ് ഉണ്ട്. 7 സ്റ്റേജിൽ നമ്മൾ ഒരിക്കൽ ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു, കസ്റ്റമർ ഏകദേശം കൺവിൻസ്ഡ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്ലോസിംഗ് ഫേസ്. ഈ ക്ലോസിംഗ് ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് സർ. എന്താണ് ക്ലോസിംഗ് ഫേസ് എന്ന് പറയാമോ? ക്ലോസിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൽ ചെക്ക് വാങ്ങുന്നു, അതാണ്. അതായത് ഈ സ്റ്റേജിലാണ് കസ്റ്റമർ പൈസ തരുന്നത്. നമ്മൾ അൾട്ടിമേറ്റ്ലി ഇത്രയും നേരം വർക്ക് ചെയ്തത് പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പം കസ്റ്റമറിൽ നിന്ന് ആ ചെക്ക് വാങ്ങാനുള്ള പ്രോസസ്സാണ് ഈ ക്ലോസിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലോസിംഗ് ചെയ്യുന്നതിന് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മറൈസ് ചെയ്ത് പ്രൊഡക്റ്റിന്റെ ഹൈലൈറ്റ്സും അതുകൊണ്ട് കസ്റ്റമർക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സും അതിന്റെ കസ്റ്റമറുടെ പെയിൻ എങ്ങനെ പരിഹരിക്കും, ഇതിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്ലോസിംഗില് കൺസേൺസ് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഫർദർ ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പം കസ്റ്റമർക്ക് ഏകദേശം കൺവിൻസ് ആയി. ഇപ്പം 85 to 90% കസ്റ്റമർ കൺവിൻസ് ആണ്. അപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമറോട് നമ്മൾ ആസ്ക് ഫോർ ദ സെയിം, ധൈര്യമായിട്ട് ചോദിക്കണം. കാരണം നമ്മുടെ കസ്റ്റമർ, നമ്മുടെ പല സെയിൽസ് പേഴ്സണും ചെയ്യാത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാല് അവർ ചെയ്യുന്ന മേജർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെയ്യാത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെയിൽ ചോദിക്കില്ല. ചോദിക്കണം. അതായത് ഈ പ്രകൃതിയോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും കസ്റ്റമറോടാണെങ്കിലും ഒക്കെ നമ്മൾ ചോദിക്കണം. ഈ അടുത്തിടയ്ക്ക് ഒരു വലിയ കുറെ സീനിയർ സിറ്റിസൺസിന്റെ ഒരു മീറ്റിംഗ് നടന്നപ്പോ അവിടെ എന്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് പറഞ്ഞൊരു കഥയാണ്. അപ്പൊ അവിടെ ഈ മീറ്റിംഗില് സീനിയർ സിറ്റിസന്റെ ഗെറ്റ് ടുഗദറില് അവർ 2 പേര് വർഷങ്ങൾക്ക് ശേഷം 10-30 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ഒരു ടീം. അപ്പൊ അവിടെ ഒരു സ്ത്രീ, എല്ലാവരും നല്ല പൊസിഷനിലൊക്കെയാണ്. അപ്പം ഒരു സ്ത്രീ ഉണ്ട് അവിടെ തന്നെ, അതേ ഗ്രൂപ്പിൽ തന്നെ വേറൊരാളുണ്ട്. അപ്പം പ്രസംഗത്തിന്റെ കൂട്ടത്തിൽ ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തില് ഈ വ്യക്തി പറഞ്ഞു, എനിക്ക് എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് വിചാരിച്ചാൽ അവരിപ്പം നല്ല നിലയിലാണ്, ഞാനും വളരെ നല്ല നിലയിലാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് ഇന്നും അവശേഷിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ഓരോ പാർട്ടിസിപ്പൻസിനും അവസരം കിട്ടിയിരുന്നു ഇതുപോലെ അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഒരു സ്ത്രീ കമ്മപ്പായിട്ട് പറഞ്ഞു, ഞാന് 1-2 വർഷമല്ല 11 വർഷത്തോളം നിങ്ങൾ എന്നോട് എന്നെ ഇഷ്ടമാണെന്ന് പറയും പറയുമെന്ന് കാത്തിരുന്നത്. രണ്ടുപേർക്കും ഒരുപോലെ വലിയ നഷ്ടം ഉണ്ടായത് എന്ന് പറഞ്ഞ പോലാണ് പലപ്പോഴും കസ്റ്റമറോട് നമ്മളുണ്ടല്ലോ ചോദിക്കണം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ എന്താ മടി? അത് തെറ്റൊന്നുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ചോദിക്കാം. അപ്പൊ കസ്റ്റമർ, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, കസ്റ്റമർ പിന്നെ നമ്മൾ തന്നെ സെയിൽസ് സ്റ്റാഫ് പലരും വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, സാറേ അവരൊന്നും പറഞ്ഞില്ലേ? ഇല്ല സാറേ, അവരൊന്നും ക്ലോസ് ചെയ്യാനേ പറഞ്ഞില്ല, അവർക്ക് സെയിൽ വേണമെന്നൊന്നും പറഞ്ഞില്ല, പ്രൊഡക്റ്റ് അവതരിപ്പിച്ചു പോയി. അങ്ങനെ ആരും സെയിൽ തരില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് വേണം? ഇമ്മീഡിയറ്റ് ക്ലോസിംഗിന് വേണ്ടി ചോദിക്കണം, റിക്വസ്റ്റ്, ആസ്ക്. പിന്നെ ഇതിനകത്തൊരു സൈക്കോളജി ഉണ്ട്. നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ലിജയോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്ലേവും ലിജ മാസ്റ്ററും. എല്ലാ മനുഷ്യനും മാസ്റ്റർ ആവാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് ഞാൻ കൊടുക്കുന്ന പൊസിഷനിലാണ് എന്ന് സ്വയം വിശ്വസിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ ഞാൻ ലിജയോടൊരു കാര്യം ചോദിക്കുമ്പോൾ ലിജയ്ക്ക് ഓട്ടോമാറ്റിക്കലി മാസ്റ്ററുടെ പൊസിഷൻ, എനിക്ക് സ്ലേവിന്റെ പൊസിഷനാണ് വരുന്നത്. അപ്പൊ എല്ലാവരും മാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് പറ്റും? അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ അവർ തയ്യാറാണ്. പൊതുവെ മനുഷ്യന്റെ മൈൻഡ് സെറ്റ് അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കസ്റ്റമർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കണം. ഇനി ആ ഇമ്മീഡിയറ്റ്ലി സെയിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ക്ലോസിംഗ് തന്നെ നമുക്ക് ഡയറക്റ്റ് ക്ലോസിംഗ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ക്ലോസിംഗ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിലെ വേറൊരു പ്രൊഡക്റ്റ് എടുപ്പിക്കാം. ഇതിലും ഡൗൺ ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഇതിലും അപ്പായിട്ടുള്ള പ്രൊഡക്റ്റോ നമുക്ക് വേണമെങ്കിൽ എടുപ്പിക്കാം. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി സെയിൽ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ചോദിക്കുക, സാറേ എന്തെങ്കിലും വേറെ കൺസേൺ ഉണ്ടോ? ഒരിക്കലും സ്കിപ്പ് ആവരുത്. ആളുകൾക്ക് ഭയമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ചെക്ക് കിട്ടി, എങ്ങനെങ്കിലും ഫോം സൈൻ ചെയ്തു കടന്നു കളയാം. നോ, ഒരിക്കലും. അത് ബയറെ സംബന്ധിച്ച് വളരെയേറെ ഇറിറ്റേഷൻ ഉണ്ടാകും. അവിടെ നിൽക്കണം. അവിടെ നിന്ന് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, ഡൗട്ട്സ് ഉണ്ടോ, ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ എന്ന് അസിസ്റ്റൻസ് കൊടുക്കുക. അവർക്ക് ഫീൽ ചെയ്യും ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ട്. അതുകൂടാതെ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആയിക്കൊള്ളട്ടെ, ചിലപ്പം അതിന്റെ ഓപ്പറേഷൻ സൈഡ് നോക്കുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പക്ഷെ അവരിലേക്ക് മാത്രം റെസ്പോൺസിബിലിറ്റി ഇട്ടിട്ട് എന്റെ പണി കഴിഞ്ഞു, ചെക്ക് കിട്ടി, ക്യാഷ് കിട്ടി എന്ന് പറഞ്ഞ് മുങ്ങരുത്. അവിടെ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പേഴ്സണലി പോയി ഓപ്പറേഷൻ വിങ്ങിൽ പോയിട്ട് അല്ലെങ്കിൽ അഡ്മിൻ വിങ്ങിൽ പോയി അവരുടെ രജിസ്ട്രേഷൻ നടന്നെന്നോ അവരുടെ പ്രൊഡക്റ്റ് ഡെലിവർ ആയെന്നോ ഉള്ളത് ഉറപ്പുവരുത്തണം. നിങ്ങൾക്കൊരു എസ്കലേഷൻ ടൈം ഉണ്ടാവണം. അപ്പൊ ഇത് കസ്റ്റമർ കെയർ ചെയ്യുന്ന കസ്റ്റമർ
ചെറിയ കാര്യം ആയിക്കോട്ടെ, കസ്റ്റമർ കെയർ ചെയ്തു എന്നുള്ളൊരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. അപ്പൊ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. ഇനി ചില സമയത്ത് യു ഹാവ് ടു മേക്ക് ദ തിങ്സ് വെരി ഈസി. എങ്ങനെയാന്ന് വെച്ചാല് ചിലപ്പോൾ ഫുൾ പേയ്മെന്റ് കാണത്തില്ല, അവർക്ക് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് വേണ്ടി വരും, 1-2 ഇൻസ്റ്റാൾമെന്റ് ആവശ്യം വരും. അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ അതോറിറ്റിയൊക്കെ പോയി മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് അവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ആ സൊല്യൂഷൻ കൊടുക്കുക. കാരണം സൊല്യൂഷൻ ഗീവറെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും ഒരു സ്ഥാനം ഉറപ്പിച്ചാൽ തീർച്ചയായിട്ടും സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയും. ഈ രീതിയിലാണ് നമുക്ക് എഫക്റ്റീവായിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയും. ഓക്കെ.